ഇപ്പം മാമിലേക്ക് വരികയാണെങ്കിൽ വിൽപ്പന എന്തുകൊണ്ട് അതെനിക്കൊന്നും മാം വേറൊരു സംവിധാനം ചെയ്യാതിരുന്നതും മാമിലേക്ക് വരികയാണ്. ഇപ്പം സംവിധായകരാണ് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ആസിഫ് അലിയും 7 വർഷത്തിന് ശേഷം മധുബാലയും? കഥ വായിച്ചു, പിന്നെ അത് സ്ക്രീൻ പ്ലേ ആയതിനു ശേഷം പലകുറി വായിച്ചപ്പോൾ ഇതിനാരായിരിക്കും നല്ലത്, പിന്നെ ആ ഏജും ഒക്കെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞ ചിത്രം ആസിഫിൻ്റെ ആണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ. അദ്ദേഹം വളരെ എന്താ പറയുക, ഞാനൊരു തുടക്കക്കാരിയാണ്, എനിക്ക് ഒരുപാട് എനിക്ക് സത്യത്തിൽ ഒരു പരിചയമില്ല, മുൻപരിചയമില്ല. പക്ഷെ എന്നാൽ കൂടി എന്നെ ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ മിസ്സസ് ഗീത പാരേഖിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ഒരുപാട് ലെയേഴ്സ് ഉള്ള ക്യാരക്ടറാണ്. ഞാൻ മലയാളത്തിലെ ചില ആക്ട്രസസിൻ്റെ അടുത്ത് ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷെ അതിലെന്താണെന്ന് വെച്ചാൽ ചില രംഗങ്ങൾ, ഇപ്പം അവർ മദ്യപിക്കുന്ന ഒരു രംഗമുണ്ട്, അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങൾ അവർക്കൊക്കെ ചെയ്യാനൊരു ചെറിയൊരു മടി. അപ്പം അങ്ങനെയാണ് പിന്നെ ഞാൻ കേരളത്തിന് പുറത്ത് ആര് ചെയ്യും എന്നുള്ളത് പിന്നെ ഞാൻ കോങ്കണ സെൻ ശർമ്മയോട് ചോദിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ്സാണ്. അവർ ആ സമയത്ത് ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരതിൻ്റെ തിരക്കുകളിലാണ്, അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെയും ഇതിനെ ആര് ഈ ഗീത പാരേഖിനെ കൺസീവ് ചെയ്യാൻ, ക്യാരി ചെയ്യാൻ പറ്റുന്നത് ആര് എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മധുബാല ഇപ്പം വീണ്ടും തെലുങ്കിലും തമിഴിലും ഒക്കെ ചെയ്യുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ അവരിലേക്ക് എത്തുന്നത്. പിന്നെ ലുക്കും ഒക്കെ പെട്ടെന്ന് നോക്കിയപ്പം എല്ലാം ഒരുവിധം മാച്ചാണ് നമ്മുടെ മനസ്സിലുള്ള, അങ്ങനെയാണ് അവരെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വളരെ ആലോചിച്ച് എടുത്ത ഡിസിഷനാണ്. ഇപ്പോൾ ആസിഫിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, അന്ന് ആ ഒരു ട്രെയിലർ ചടങ്ങിൽ ഒരു ചെറിയൊരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ശരിക്കും മാമിൻ്റെ മുഖത്തും അന്നൊരു ഒരു പരിഭ്രമമാണ്. കാരണം മാം പറഞ്ഞ പോലെ തന്നെ തുടക്കക്കാരിയാണ്, എന്ത് സംഭവിക്കുന്ന അറിയില്ല. ശരിക്കും അതുണ്ടായി കഴിഞ്ഞിട്ട് മാം എങ്ങനെയാണ് ആ സംഭവത്തിനെ എടുത്തത്? ഞാൻ സത്യത്തിൽ അതവിടെ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഞാൻ പുറത്തായിരുന്നു, ഉണ്ടായിരുന്നില്ല അവിടെ. രമേശ് സാർ എന്നോട് വന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയി എന്നുള്ളത് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അപ്പം ഞാൻ വേഗം പോയി അതിൻ്റെ ബാക്ക് സ്റ്റേജിലുള്ള ആളുകളോട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയിട്ടുണ്ട്, നിങ്ങളൊന്നും പെട്ടെന്ന് വിളിക്കൂ, അദ്ദേഹത്തിന് പോകാനായി തോന്നണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് വേറൊരു അവരുടെ ടീമിനെ ഞാൻ അന്നാണ് കാണുന്നത്. അപ്പോൾ അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് പോയി. അപ്പോഴാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പിറ്റേ ദിവസമാണ് ഇതൊക്കെ അറിയുന്നത്. ഞാൻ ആ സമയത്ത് അവിടെ ഇല്ല, ഞാൻ പുറത്ത് പോയി. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അകത്തേക്ക് വരുന്നത്. പിന്നെ എന്നോട് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞുമില്ല, പിറ്റേന്നാണ് ഞാൻ അറിയുന്നത്. ഇറ്റ്സ് എ വെരി അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് ബോത്ത് വേസ്. അത് നടക്കാൻ പാടില്ലാത്തായിരുന്നു. എല്ലാം നമ്മളുടെ കയ്യിലല്ലല്ലോ. പല കാര്യങ്ങളും നമ്മൾ എത്ര കണ്ട് സൂക്ഷ്മമായി നോക്കിയാലും ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകും. പിന്നെ അത് ഓർഗനൈസേഴ്സ് കുറച്ചും കൂടി അത് ശ്രദ്ധിക്കണമായിരുന്നു, പക്ഷെ അത് അവർ വേണ്ട പോലെ അത് ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് രണ്ടുപേരെയും, കാരണം രണ്ടുപേരും മാമിന് പ്രിയപ്പെട്ടവർ, രണ്ടുപേരും മാമിൻ്റെ സിനിമയിലുള്ള. അപ്പം എങ്ങനെയായിരുന്നു അത് മാം? എനിക്ക് അതായിരുന്നു, മാം എങ്ങനെ ആ സിറ്റുവേഷൻസിനെ എടുത്തിട്ടുണ്ടാവും, രണ്ടുപേരെ എങ്ങനെ മാം അത്, കാരണം രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഇപ്പം മാം പറഞ്ഞു രണ്ട് സൈഡിൽ നിന്നും കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാവാം. ഞാൻ പറഞ്ഞല്ലോ, അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിപ്പോയി. പിന്നെ ആസ് ആസിഫ് സെഡ്, ലെറ്റ്സ് മൂവ് ഓൺ. ഇനി അതിലേക്ക് ഇങ്ങനെ ഡ്വെൽ ചെയ്യേണ്ട കാര്യമില്ല.